ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ചെറിയ ഒരു 3-4 മിനിറ്റുള്ള ഒരു വ്ളോഗുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ വരുന്നത് ഈ 25-ാം തീയതിയാണ് കേട്ടോ, ബുധനാഴ്ച ആണ് വരുന്നത്. അപ്പോൾ മോനെ നഴ്സറി ചേർത്താനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1-ാം തീയതി മുതൽ നഴ്സറിയിലൊക്കെ കൊണ്ടുപോകണം. പിന്നെ അപ്പോൾ ഇന്ന് എല്ലാ മക്കളൊക്കെ വീട്ടിലുള്ള ദിവസമാണല്ലോ, അപ്പോൾ നാളെ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേൻ്റെ ഫുഡൊക്കെ നമുക്ക് ഇന്നാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞങ്ങൾ മഞ്ഞച്ചോറും ബീഫ് കറിയും പിന്നെ പൊറാട്ടയും പിന്നെ ബ്രോസ്റ്റുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളൊന്ന് സന്തോഷിച്ച് മക്കളൊക്കെ ഒന്ന് രസമാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഒരു രസമാണല്ലോ. പക്ഷെ അതിലേക്ക് ഒരു അതിമധുരം എന്നുള്ള രീതിയിൽ ഉമ്മയും അനിയത്തിയും മോളും ഒക്കെ വന്നിട്ടുണ്ടായിനി. പിന്നെ താത്തൻ്റെ മോളുണ്ടായിനി കേട്ടോ ഇവിടെ. അപ്പോൾ ഏട്ടൻ്റെ മോളും എല്ലാവരും കൂടെ നല്ല രസമാക്കി. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗ് കേട്ടോ, ഉണ്ടാക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് തക്കാളി, ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി വെച്ച ബീഫും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം പൊടികളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഒരു 5-6 വിസിലടിക്കണം. അപ്പോൾ ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി, അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി, അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ മഞ്ഞൾ ചോറും കൂടെ ആക്കി എടുക്കുന്നുണ്ട്. ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പൊറാട്ടയൊക്കെ വൈകുന്നേരം രാത്രി ആ ഒരു സമയത്തൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ബീഫിൻ്റെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുക്കറിൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബ്രോസ്റ്റിനുള്ള ചിക്കൻ എടുത്തിട്ട് പിന്നെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തി വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം എല്ലാം കുത്തി വെച്ചതിന് ശേഷം അതിലേക്ക് ബ്രോസ്റ്റിൻ്റെ തന്നെ മസാലയിലൊരു പൊടിയുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 3/4 മണിക്കൂറോളം മാറ്റി വെക്കണേ. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അതിൽ മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റോളം വെക്കുന്നുണ്ട്. അപ്പോൾ അതാ സമയമാകുമ്പോഴേക്കിനും കാക്ക പൊറാട്ടക്കുള്ള മൈദ ഒക്കെ കുഴച്ച് വെക്കുകയാണ് കേട്ടോ. ഇപ്പോഴൊന്നും അനിയത്തിയും ഉമ്മയൊന്നും വരുന്നതൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞങ്ങളായിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെ വൈകുന്നേരം ഒരു യാദർശികമായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു രസമായി. പിന്നെ കാക്ക പൊറാട്ട ചുടാൻ എക്സ്പേർട്ടാണ് കേട്ടോ, നല്ലപോലെ ചുടും. അപ്പം ഒരുപാട് ചുടലുണ്ട് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ. ഇപ്പോൾ ബീഫ് അതിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ഗ്രേവിയൊക്കെ കുറച്ച് കറിയാക്കിയിട്ട് ഞങ്ങളങ്ങ് മുക്കി വെച്ചിട്ടോ. ഗ്രേവിയോടുകൂടെ ബാക്കി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കിനും മഞ്ഞച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിന് ഞാനൊരു ചെമ്പട്ടിയിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ബീഫ് അങ്ങനെ വറ്റി വരട്ടെ. അപ്പോൾ നല്ല പോലെ വറ്റിയിട്ട് ഇങ്ങനെ സ്പൂണുകൊണ്ട് കോരിയെടുക്കുന്ന രീതിയിലാണ് കേട്ടോ കാക്കയ്ക്ക് ഇഷ്ടം. നല്ല എരിവിൽ നല്ലോണം എരിവൊക്കെ വേണം കേട്ടോ. പിന്നെ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, മസാല പറ്റിച്ചിട്ടുള്ളത്, അത് നമ്മൾ അതിൻ്റെ തന്നെ പൊടിയാണ് കേട്ടോ. ബ്രോസ്റ്റിൻ്റെ ആ ഒരു പൊടിയിലേക്ക് ജസ്റ്റ് കോട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിലും മുക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ കോട്ട് ചെയ്തെടുക്കണേ. പിന്നെ കാക്ക അതിൻ്റെ പൊറാട്ടൻ്റെ അടുത്ത സ്റ്റേജായിട്ട് ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യും ഓയിലും കൂടെ ഉരുകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരിച്ചട്ടി ഏതായാലും ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പാത്രത്തിൻ്റെ ചൂട് അതിലേക്ക് പാത്രത്തിനും കൂടെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം മുട്ടൻ്റെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രണ്ടാമത്തെ കോട്ടിങ് ചെയ്യാണ്. പിന്നെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ചൂട് മാറാതെക്കാൻ അവിടെ അടിച്ച് വെച്ച് പൊറാട്ടയും ചുട്ട് ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് കഴിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് മയണൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ മോന് 3 വയസ്സാവാനായി എന്നൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഇപ്പോൾ അടുത്ത് പ്രസവവും കാര്യവും മോനുണ്ടായ പോലൊക്കെയാണ് തോന്നുന്നത്. ഇപ്പോഴും 3 വയസ്സായതിൻ്റെ ഒരു പക്വത ഒന്നും വന്നില്ല കേട്ടോ. 3 വയസ്സിൽ പക്വത ഒന്നും ഉണ്ടാവില്ല, എന്നാലും വലിയ കുറുമ്പൊക്കെ തന്നെയാണ്. നഴ്സറിയിലൊക്കെ പോയി നിൽക്കുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നഴ്സറിയിൽ പോകണമൊക്കെ നമുക്ക് വ്ളോഗാക്കിയിട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ താത്തൻ്റെ മോളും ഏട്ടൻ്റെ മോളും ഒക്കെ വന്നപ്പോൾ ഞങ്ങളും ഒപ്പരം ഇരുന്ന കേട്ടോ. ആദ്യം അമ്മക്കും അനിയത്തിക്കും ഒക്കെ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.